വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് മനസ്സിൽ വരുന്ന കുറച്ച് പഴയ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാ അറിയോ? പണ്ട് ഞാൻ ജർമ്മനിയിലേക്ക് വരണമെന്ന് തീരുമാനിച്ച സമയത്ത് അന്ന് ഒരുപാട് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ എൻ്റെ പാരൻസിനോട് ചോദിക്കായിരുന്നു, ഓളൊരു പെണ്ണല്ലേ, എന്തിനാ ഇത്ര ദൂരത്തേക്കൊക്കെ ഒറ്റയ്ക്ക് വിടുന്നത്, എന്തിനാ ഇത്ര റിസ്ക് ഒക്കെ എടുക്കുന്നത്, നാട്ടിലൊക്കെ നിന്നാ പോരെ, നാട്ടിലെന്താ ഈ കോഴ്സൊക്കെ പഠിക്കാൻ കിട്ടാനിട്ടാണോ? അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് നെഗറ്റീവ് സംസാരങ്ങളും ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ എൻ്റെ പാരൻസിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ പാരൻസ് മറ്റുള്ളവരുടെ വാക്കിന് വില കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ സ്വപ്നത്തിനെയാണ് വില കൽപ്പിച്ചത്. എന്നോട് എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ ലൈഫും ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ ലൈഫ് ഇങ്ങനെ ആവരുതെന്ന്. അവർ നൽകുന്ന മോട്ടിവേഷനും ധൈര്യവുമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഇന്ന് ഞാൻ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും, അന്ന് ഞാനെടുത്ത ആ ഒരു തീരുമാനം, ജർമ്മനി എന്നൊരു തീരുമാനം, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണെന്ന്. ജർമ്മനിയിൽ വന്ന ആദ്യത്തെ കുറച്ചു കാലം ഒറ്റയ്ക്കുള്ള ലൈഫ് അത്ര അടിപൊളിയൊന്നും അല്ലായിരുന്നു. എല്ലാം എനിക്ക് പുതിയതായിരുന്നു, ഭാഷയും ആളുകളും ജീവിത രീതികളും എല്ലാം. പക്ഷെ എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് സർവൈവ് ചെയ്ത് വന്നത്. ഇന്ന് എനിക്ക് യൂറോപ്പിലെ പല സ്ഥലങ്ങളും കാണാൻ കഴിഞ്ഞു. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എൻ്റെ ഏറ്റവും വലിയ ഡ്രീം പ്ലേസ് ആയിട്ടുള്ള പാരീസും ഈഫൽ ടവറൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. ഇതൊന്നും ഞാൻ വലിയ അച്ചീവ്മെന്റ് ആയിട്ട് പറയുന്നതല്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, അന്ന് എൻ്റെ വീട്ടുകാർ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് എന്നെ എവിടെയും പറഞ്ഞേക്കാതെ ഇരിക്കുകയായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഈ കണ്ട കാഴ്ചകളൊന്നും എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവില്ലായിരുന്നു. ഒരിക്കലും എനിക്ക് എൻ്റെ കാര്യങ്ങൾ സെൽഫായിട്ട് ഡിസിഷൻ എടുക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു. ആളുകൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷെ നമ്മുടെ ജീവിതം ജയിക്കേണ്ടത് നമ്മളാണ്, അവരല്ല.